ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞത് സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസ രംഗത്തും പിന്നോക്കമാണെന്ന് കേരളം അറിയിക്കുകയാണെങ്കിൽ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. നാണം കെട്ട് ചിൽപാത്രം എടുത്ത് നടക്കേണ്ടവരല്ലല്ലോ കേരളീയർ. 3.5 കോടി മലയാളികളെ അപമാനിക്കില്ലേ? മലയാളികളായിട്ടുള്ള ആളുകൾ ആത്മാഭിമാനമുള്ളവരാണ്. അതുകൊണ്ടാണ് എല്ലാ രംഗത്തും മാതൃകയായിട്ട് മുന്നോട്ട് വരുന്നത്. അതിൽ അസൂയപ്പെട്ട് കാര്യമില്ലോ. ഇപ്പോഴും നമ്മളിങ്ങനെ ചട്ടിയായിട്ട് നടക്കില്ല. നമുക്ക് അർഹതപ്പെട്ടത് തരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ കേരളത്തിൽ നികുതി പിരിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു ചെറിയ അംശം പോലും തരുന്നില്ലല്ലോ. അത് തരണം എന്ന് പറയുന്നത് പിന്നെ അതിന് ഒന്നുമില്ല. ഞങ്ങൾ അച്ഛനും അമ്മയൊക്കെ സാധാരണ പറയാറല്ലോ, ആരുമില്ല, ഞങ്ങൾക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് കെഞ്ചി നടക്കില്ല. കേരളത്തിന് അർഹതപ്പെട്ട, കേരള ജനതയ്ക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടിയാണ് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറുള്ളത്. ആരുടെ മുമ്പിലും പിന്നെ കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു നിലപാടല്ല കേരളം സ്വീകരിക്കുന്നത്. ഈ ലഭിച്ചില്ല എന്ന് നിലവിളിക്കാതെ ഈ ലഭിച്ച വിഹിതങ്ങൾ, ഫണ്ടുകൾ കൃത്യമായി വിനിയോഗിക്കണം എന്ന് കൂടി ഇപ്പോൾ സുരേഷ് ഗോപി ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. അതെ, കഴിഞ്ഞ വർഷം അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെച്ച സംഖ്യ പൂർണ്ണമായിട്ടും ചെലവഴിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ജൂലൈയിലെ ബഡ്ജറ്റിൽ മാറ്റിവെച്ച സംഖ്യ മുഴുവൻ ചെലവഴിച്ചിട്ടാണോ ഇത് പറയുന്നെങ്കിൽ അവർ പറയുന്ന മാന്യതയാണ്. കേരളത്തിൽ ലഭിക്കുന്ന സംഖ്യ കിട്ടുന്നത് തോന്നുന്ന സമയത്താണ്. പലപ്പോഴും റീഇംബേഴ്സ് ചെയ്യേണ്ട സ്ഥിതിയാണ്. ഒരു സംഖ്യയും അഡ്വാൻസായിട്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്നില്ല. സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ചതിന് ശേഷം റീഇംബേഴ്സ് ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് വലിയ സാമ്പത്തിക പരിമിതികളുണ്ട്, പ്രയാസമുണ്ട്. സ്വാഭാവികമായിട്ടും അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ അഡ്വാൻസായിട്ട് ചെലവഴിക്കാൻ കഴിയാതെ വരും. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം ലഭിക്കാതെ വരുന്നു. ആ സെൻട്രൽ സ്പോൺസേഡ് സ്കീമിൻ്റെ എല്ലാ കുഴപ്പവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്ററിൽ നിന്ന് റിലീസ് ചെയ്യാൻ പലപ്പോഴും തയ്യാറാവില്ല. അപ്പോൾ ആ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതി പലപ്പോഴും വരാറുണ്ട്. പരമാവധി സെൻട്രൽ സ്പോൺസേഡ് സ്കീമിൻ്റെ വർക്കുകൾ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമമാണ് ഗവൺമെൻറ്. പൂർത്തീകരിച്ചതിൻ്റെ പൈസ എത്രയാണ് കൊടുക്കാനുള്ളത് അതൊന്ന് ആദ്യം ഇവരൊന്ന് അന്വേഷിക്കട്ടെ. കേരളത്തിലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്പോൺസേഡ് സ്കീമിൽ സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ചിട്ട് റീഇംബേഴ്സ് ചെയ്യാതെ എത്ര കോടി രൂപയാണ് കൊടുക്കാതിരിക്കുന്നത് അതൊന്ന് പരിശോധിക്കട്ടെ. എൻ്റെ കയ്യിലൊരു കണക്കൊക്കെ ഉണ്ട് കൊടുക്കാതിരിക്കുന്ന ഓരോ സെക്ടറിലും, അതിപ്പോൾ പറയുന്നില്ല. അവർ പരിശോധിക്കട്ടെ. എന്നിട്ട് അവർ കൊടുത്ത പൈസ ചിലവഴിക്കാതിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് ന്യായമുണ്ട്. കൊടുക്കാതെ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.